ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ബിജുകുട്ടാ, ഈ മുദ്രയെ കുറിച്ച് എന്താണ് അഭിപ്രായം? മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമയാണ്, മമ്മൂക്കയുടെ സിനിമയാണ്, അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. അതിനകത്ത് ബ്രേക്ക് ഡാൻസ് ഒക്കെ അതിനകത്ത് ആദ്യം വന്നത്. ഞാൻ ആ മുദ്ര സിനിമയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നസർക്ക് ചോദിച്ചാൽ പോരെ? ഞാൻ നിങ്ങളോട് ഡാൻസർ അല്ലേ, ഞാൻ ചോദിക്കുന്നത് ഈ ഡാൻസിലെ മുദ്രയെ കുറിച്ച് എന്താണ്? അല്ല, നമ്മൾ കളിക്കുന്ന ഡാൻസിൽ അങ്ങനെ മുദ്രയൊന്നുമില്ല. മുദ്ര എന്ന് പറയുമ്പോൾ സാധാരണ കുച്ചിപ്പുടി, ഭരതനാട്യം അങ്ങനെയുള്ള കലകളിലാണ് ശരിക്കും പറഞ്ഞാൽ മുദ്രയൊക്കെ വരുന്നത്. നസർക്ക് ഈ ഹസ്തമുദ്രകൾ എത്ര ഉണ്ട്? കറക്റ്റായിട്ട് എനിക്കറിയാല്ല. മറ്റേ ഉദയനാണ് താരത്തിന്റെ അകത്ത് ജഗതി ചേട്ടൻ ഒരു 9. നവരസം 9 ഉള്ളു, 52 എന്നൊക്കെ വെറുതെ വെച്ച് പറയില്ലേ. നമ്മളിത് ഏത് ഫ്ലോറിലാണ് നിൽക്കുന്നത്? നമ്മൾ ഐറ്റം അപ്പൊ ഒരു തമാശ പറയുമ്പോ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്, ഉടനെ അങ്ങോട്ട് കയറി അതിന്റെ രീതി കാണണം. എന്നാൽ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എന്താ ഈ നമ്മൾ ഈ ഭരതനാട്യത്തിൽ ഹസ്തമുദ്ര എന്ന് പറയുന്ന 52 മുദ്രകളുണ്ട്. ഇത് നസർക്കൊക്കെ അറിയാവോ? എനിക്കറിയില്ല. ബിജുക്കുണ്ണ അറിയാവോ? എനിക്കറിയാൻ പാടില്ല. ഇതെല്ലാം അറിയാവുന്ന ഒരു 2.5 ഐറ്റം വരുന്നുണ്ട്. 2.5 വയസ്സുകാരി നമ്മുടെ ഇത് ഐറ്റം വേറെ ഫ്ലോറിലേക്ക് വരുന്നുണ്ട്. അയ്യോ, അങ്ങനെയാണ് വിളിക്കട്ടെ. പിന്നെ അപ്പൊ 2.5 വയസ്സുകാരിയാണ്. ഒരു നല്ല കൈയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹസ്തമുദ്ര 52 എണ്ണം നമ്മുടെ മുമ്പിൽ ഇന്ന് പറയുക, അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. സ്വാഗതം ചെയ്യാം ധ്വനി മുകേഷ്. അമ്മ എവിടെയാ സ്ഥലം? ഞങ്ങള് കോട്ടയത്ത് എവിടെ? മൂലയിടം. ഓ ശരി. അപ്പൊ ഞങ്ങൾ കുറെ ഇവിടെ വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. 52 മുദ്രകൾ കാണിക്കുമെന്നോ. എന്താ ആരെയാ നോക്കുന്നത്? അവിടെ ആരെയാ ഇഷ്ടപ്പെട്ടെ? അവിടെ ആരെ മുദ്ര കാണിച്ചേ? അവിടെ ടാറ്റ ആയിരുന്നു. ടാറ്റയ്ക്ക് ഒരു മുദ്ര കൊടുത്തേ. ടാറ്റ ഒരു മുദ്ര കാണിച്ചേ. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്? ഇന്റർനാഷണൽ കിഡ്സ് ഐക്കൺ അവാർഡ് 2024. പിന്നെ ഇപ്പം URF റെക്കോർഡല്ല, അത് റെക്കോർഡിലേക്ക് പരിഗണിക്കാൻ 5 വയസ്സിന് താഴെ ആയതുകൊണ്ട് അവര് വണ്ടർ കിഡ് എന്നുള്ള ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 2.5 വയസ്സിൽ 2 വയസ്സ് 4 മാസത്തിൽ ഇവള് മുദ്രകളെല്ലാം തന്നെ കാണിക്കുകയും പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ 2.5 വയസ്സിൽ അവർക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര്. ഇപ്പം 3 വയസ്സുണ്ട് കേട്ടോ, 2.5 അല്ല കേട്ടോ, 3 വയസ്സായി. 3 വയസ്സേ ഉള്ളൂ. 300 അവാർഡ് കരസ്ഥമാക്കിയിട്ട് അവിടെ ഇരിപ്പ് നോക്കിയല്ലേ? അതെ, എന്തേലും അറിഞ്ഞ ഭാവം ഉണ്ടോ മുഖത്ത്? അതെ. അപ്പം നമുക്ക് മുദ്രകളൊന്ന് കണ്ടാലോ? അപ്പൊ ഇനി ഓരോന്നായിട്ട് മുദ്രകൾ പറയാണ്. പതാക, തിട്ടപതാക, അത്തപതാക, കത്തരിമുഖം, മയൂരം, അത്തചന്ദൻ, അരാളം, ശുഗകുന്ദം, മുഷ്ടി, ശിഖരം, കപിത്തം, കലാമുഖം, ശൂചി, ചന്ദ്രകല, പപ്പഘോഷം, ശപ്പശിരസ്, മീകശീശം, ശീകമുഖം, താങ്കൂളം, അലബത്തം, ചദൂരം, ബെമാരം, ആശാശം, അശ്വശം, തന്തംശം, മുകുളം, താമചുതം, ത്രിശൂലം, അഞ്ജലി, കബോധം, കക്കദം, ശുത്തികം, ദോളം, പുഷ്പപുതം, ഉഷംഗം, ശ്ലിവിംഗം, ദോളം, പുഷ്പപുതം, ഉഷംഗം, ശ്ലിവിംഗം, കലാവത്തന, കത്തരി, ശുത്തിക, കലാവത്തന, കത്തരി, ശുത്തിക, ശകദം, ശംഖ, ചക്രം, ശംഭുദം, പാശം, കീലകം, മലേശം, കൂമം, ബലാകം, ഗരുഡം, നാഗബന്ധം, കത്തുവ, ബേരുന്തം, അവശേഷദേവത. അടിപൊളി. വീട്ടില് ആരെങ്കിലും നൃത്തമായിട്ട് ബന്ധപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഞാൻ നൃത്താധ്യാപികയാണ്. ഞാൻ പാഷൻ വൈസ് ഒരു ക്ലാസിക്കൽ ഡാൻസറും അല്ലാതെ പ്രൊഫഷൻ വൈസ് ഹോം സയൻസ് ടീച്ചറുമാണ്. ഞാൻ വീട്ടിൽ തന്നെ ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പൊ എന്റെ ഡാൻസ് ക്ലാസ്സിൽ വന്നിരുന്ന് തനിയെ കണ്ടു പഠിച്ചതുമാണ്, ഞാൻ പഠിപ്പിച്ചതും അല്ല. അവള് കുഞ്ഞിലെ മുതൽ നടക്കാൻ പ്രായമായപ്പോ തൊട്ട് എന്റെ കൂടെ ഡാൻസ് ക്ലാസ്സിൽ വന്നിരിക്കും. മൂത്ത ഒരാളൂടെ ഉണ്ട്,
മൂത്തയാളും ഇവളും കൂടിയും വീട്ടിൽ വന്നിരുന്ന് മുദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും തനിയെ പറയും. അവൾ മൂത്തവള് പഠിക്കുന്നത് കണ്ടിട്ട് കണ്ണാടിന് മുന്നിൽ പോയി തനിയെ പറയുന്ന കണ്ടപ്പോഴാണ് ഞങ്ങളുടെ പോലും ശ്രദ്ധയിൽപ്പെടുന്നത്. അവൾ മുഴുവൻ പറയുന്നുണ്ട്. അതും 2 വയസ്സ് 4 മാസം പ്രായത്തിൽ ഇത്രയും മുദ്രകൾ പറയുകയും കാണിക്കുകയും ചെയ്യും. മോള് വന്നിട്ടുണ്ടോ? അമ്മ ഇപ്പൊ പറയുമ്പോഴും തെറ്റിപ്പോവും. മോള് വന്നിട്ടുണ്ടോ? മൂത്തവള് വന്നിട്ടുണ്ട്. അവളെ കൂടെ നമുക്ക് വിളിച്ചാലോ? ദക്ഷ. അപ്പൊ മൂത്ത മോള് ദക്ഷയ്ക്ക് ഒരു നല്ല കാര്യം നമുക്ക് മോളെ സ്വാഗതം ചെയ്യാം. ദക്ഷ വാ. നമസ്കാരം. പേര്? മുകേഷ്. ഓക്കെ, നമ്മുടെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് പ്രസീത. ഓക്കെ, പ്രസീത ആൻഡ് മുകേഷ്. ദശ, ഇവിടെ 52 മുദ്രകളൊക്കെ മോള് കാണിച്ചു കണ്ടോ അവിടെ ഇരുന്നിട്ട്? അപ്പൊ മോക്കെന്താ കഴിവ്? വേറെ പാട്ടാണോ? പാട്ടും ഡാൻസും ഉണ്ട്. ആണല്ലേ? രണ്ടുപേരും പാട്ടും പാടും ഡാൻസും ചെയ്യും. ആണോ? ആണ്. അപ്പൊ ഇന്ന് നമുക്ക് പാട്ട് കേട്ടാലോ? നമുക്ക് പാടിക്കും. ധ്വനിയാണ് ധ്വനിയുടെ പാട്ട് കേട്ടാലോ നമുക്ക് ആദ്യം? 2 പേരെ കൊണ്ട് പാടിച്ചിട്ട് നമ്മൾ വിടുകയുള്ളൂ. ഓക്കെ, ധ്വനി മോളെ ഒരു പാട്ടങ്ങ് പാടിയാലോ? അവള് പൊളി റെഡി. ആ, വഞ്ചന കണ്ണാരെ പാട്ടിനോണ്ടിട്ട മുദ്ര. അക്ഷരപ്പൂവിൽ തെന്നുകരിന്നു സുന്ദരി പെണ്ണാരെ മഴവില്ലന്റെ വണ്ണങ്ങൾ നഗുരാഗത്തിൻ ചായങ്ങൾ അഴകേരു നിന്നെ കണ്ണും വെച്ച പൊന്നെ പൊന്നാരെ. അതും മുദ്രയോട് കൂടിയാണ് അങ്ങനെ പാടുന്നല്ലേ? മുദ്രയാണ്. അപ്പൊ എല്ലാ പാട്ടും ഇങ്ങനെയാണ്. എല്ലാം വെച്ചിട്ട് ഇപ്പൊ ഏത് പാട്ട് കേട്ടാലും ഇതുപോലെ കൊറിയോഗ്രാഫി ചെയ്യും തന്നെ. ആണോ? ആണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, മോൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 3 വയസ്സ്. ഈ 52 മുദ്രയുടെ പേര് പഠിക്കാൻ തന്നെ നമുക്കൊരു 10 വർഷമെങ്കിലും വേണം. അതെ, എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല ഈ പേരുകള്. അത് എല്ലാ ഡാൻസ് പഠിപ്പിക്കുന്ന ആളുകളെ മക്കള് എല്ലാം ചെയ്യണമെന്നില്ല. അതെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഈ പ്രായത്തിൽ ഇത് അത്ഭുതമായിട്ട് തോന്നി തന്നെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണെങ്കിലും നമുക്ക് കുഞ്ഞിന് എന്ത് രീതിയിൽ നമുക്കൊരു ഇത് എന്ന് വെച്ചാൽ ഈ പ്രായത്തിലല്ലേ കിട്ടുള്ളൂ. തന്നെയല്ല, അവൾ അവിടെ പോയി പെർഫോം ചെയ്യുമ്പോഴൊക്കെ ഓരോ അവാർഡ് കിട്ടുമ്പോഴൊക്കെ അതിന് പ്രസന്റ് ചെയ്യണ്ടേ? അതെ. അത് ഒരു മടിയും കൂടാതെ പ്രസന്റ് ചെയ്ത് ഈ സമ്മാന റെക്കോർഡ്സ് ഒക്കെ നേടുമ്പോൾ നമുക്ക് ഈ കൈയടി പോരാ കേട്ടോ, കൊടുത്തുകൊണ്ടിരിക്കണം കൈയടി. അറിയാതെ ഗംഭീരമായിട്ടാണ് നമ്മൾ സ്റ്റേജ്. അച്ഛന് എന്താ? ഞാൻ OLX-ലാണ് മാർക്കറ്റിംഗിലല്ലേ? കോട്ടയം തന്നെയാണോ വീട്? കോട്ടയം തന്നെയാണ്. ഓക്കെ, OLX-ലൊക്കെയാണ്. അപ്പൊ ഇനി മുദ്രകളൊക്കെ മറിച്ച് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഈ ഫ്ലോറിൽ വന്നു, നമ്മൾ മുദ്രകൾ കണ്ടു, അമ്മോടെ പാട്ട് കേട്ടു. നമുക്ക് ഡാൻസ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴേ അവള് കൊറിയോഗ്രാഫി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ഈ ഐറ്റം വരൽ എന്താണ് സ്പെഷ്യൽ നമുക്ക് വേണ്ടി? 2 പേരോട് ഒരു ചെറിയ ഡാൻസിന്റെ പെർഫോമൻസുമായിട്ടാണ് വന്നേക്കുന്നത്. അടിപൊളി. 2 പേരും പടയനോടി അമ്പളിച്ചെന്നുള്ളതിന് 2 പേരോട് ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. 2 പേര്. പക്ഷെ ഞങ്ങൾക്കൊരു ആസ്ഥാന ഡാൻസർ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. വേണം ഞങ്ങൾ പുള്ളിയെ കൂടെ ഒന്ന് നമുക്കിത് കാണാം. ബിജുകൂട്ടാ ഒന്ന് ജോയിൻ ചെയ്യും. അവരെ തെറ്റിപ്പിക്കാനാ ഞാനില്ല. ശരി, പാട്ട് കളിക്കണേ. ഓക്കെ, ശരി. ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ ഏനുണ്ടോടി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. അടിപൊളി ധ്വനി, അടിപൊളി. അടിപൊളി.
ഉഗ്രം. ഈ നാണിച്ചിങ്ങനെ നിൽക്കാതെ പെണ്ണ് കാണാൻ വന്നതല്ലല്ലോ നമ്മൾ. ഡാൻസിന്റെ കാര്യമാണ് കൂടുതലായിട്ടും വൈഫിനെ അറിയത്തുള്ളൂ. അപ്പൊ തന്നെ അല്ല കറക്റ്റ് അല്ല എന്തിനാ അല്ല നമുക്ക് കാര്യത്തിൽ തലയിടണ്ടല്ലോ. ഈ ഒരു ചെറിയ പ്രായത്തില് മക്കൾക്ക് ഈ ടാലന്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് ക്രെഡിറ്റ് മൊത്തം വൈഫിന് തന്നെയാണ്. കാര്യം അവിടെ ഒരു കലാപരമായിട്ടുള്ള ടാലന്റ് ഫുള്ളും എന്നെക്കാളും കൂടുതൽ വൈഫിനാണുള്ളത്. അപ്പം അവള് കാണിക്കുന്നത് കണ്ട് ഏറെക്കുറെ ഏറ്റവും കൂടുതൽ പഠിച്ചേക്കുന്ന അവളാണ്. അല്ല എന്താന്ന് പറയാ, ഈ 2.5 വയസ്സിൽ ഈ 52 മുദ്ര പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാരിച്ച ജോലി തന്നെയാണ്. ഈ ഇത്ര നാളുമായിട്ട് ഭാര്യയുടെ എടുക്കുന്ന എന്തെങ്കിലും മുദ്രകൾ നമുക്ക് പഠിക്കാൻ പറ്റിയോ? എനിക്ക് തോന്നണേ കൽപ്പ് മുദ്രകൾ മാത്രമേ ഉള്ളൂ. അതാണല്ലോ നമ്മുടെ ഒരു അവസ്ഥ. ഇടയ്ക്ക് കൊച്ചി മുഷ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു മുദ്ര. അതെ അതെ അതെ, നമുക്കൊരു പുതിയ അറിവ് കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾക്കൊക്കെ ഈ 52 മുദ്രകൾ എന്ന് പറയുന്നതിനെ കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു. ഞങ്ങളിവിടുത്തെ ആസ്ഥാന ഡാൻസറായ ബിജുക്കുട്ടിന് 52 വയസ്സായിട്ട് ഈ 52 മുദ്രയെ പറ്റി അറിയില്ല എന്ന് പറയുന്നത് തന്നെ. ഒരു വയസ്സിൽ ഒരെണ്ണം വെച്ച് പഠിച്ചാൽ മതിയായിരുന്നു. അതെ, ഓരോ വയസ്സിൽ ഓരോന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 10 വർഷം എടുത്താലും ഈ 52 പേര് പറയാൻ പറ്റൂല. അതൊക്കെ ഒരു കാര്യം ദൈവം കൊടുക്കുന്ന ഒരു സിദ്ധിയാണ്. അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അവള് ഒന്നും അറിയുന്നില്ല. ഇല്ല, അവള് വീണ്ടും വേറെ മുദ്രകൾ പഠിക്കുക, റെക്കോർഡ്സിലേക്ക് കടക്കുകയാണ്. അപ്പം എന്തായാലും രണ്ടുപേരും ഒരുപാട് റെക്കോർഡ്സുകളൊക്കെ തകർത്തു വാരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിറഞ്ഞ കയ്യിലൂടെ നമുക്ക് യാത്ര അയക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പുതിയൊരു കിടിലം സ്കിറ്റുമായിട്ട് വരുന്നു നമ്മുടെ പ്രസാദ്, മനു കുമ്പാരി ആൻഡ് അഭിജിത്ത്. ഐറ്റം വേറെ. പ്രിയമുള്ളവരെ, മണിയുടെ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സുപ്രസിദ്ധ ഫിഗർ ആർട്ടിസ്റ്റ് ആൻഡോ കൊരട്ടി അവതരിപ്പിക്കുന്ന മുഖഛായോത്സവം എന്ന ഫിഗർ ഷോ ഉടൻ ആരംഭിക്കുന്നതാണ്. നമ്മുടെ നാട്, നമ്മൾക്ക് ഉണ്ടൊരു സ്കൂള്. ഈ സ്കൂളിന് അഭിമാനിക്കാൻ സുദിനം വരും കേട്ടോ സ്നേഹിതരെ. ചേടാ, ഇതെവിടെ പോയേക്കുന്നു? കാണുന്നുമില്ലല്ലോ ഇത്. ഹലോ, വല്ലതും കളഞ്ഞുപോയാ? ആ, കളഞ്ഞുപോയി. എന്ത്? ഭർത്താവിനെ കളഞ്ഞുപോയി. എന്നാ പിന്നെ ഭർത്താവിനെ ഒരു ഡെപ്പിക്ക വെച്ചിട്ട് പൂട്ടിക്കൂടെ? ആ കോമഡി ഞാനിങ് എടുത്തേ. ഡെപ്പിയിലിട്ട് പൂട്ടി വെക്കാനാ. കാരണം ഇവിടെ കിടന്നാലേ പരിസ്ഥിതിക്ക് എന്നെ നാശമാവും. അതുകൊണ്ടാ എന്നോട് പറഞ്ഞിരിക്കട്ടെ, എന്റെ ഭർത്താവിന്റെ കാര്യം ഇവിടെ വരുമ്പോ ഒന്നും ആരും മിണ്ടരുത്. കാര്യം പറയല്ലേ, പുള്ളിക്കാരൻ ഒന്നാമത് സംശയം എന്നെ. ഈ സ്കൂളിലെ ടീച്ചറായ എന്നെ സംശയം. എന്നെ സംശയിക്കുന്ന പോട്ടെ, പുള്ളിക്ക് സകല കാര്യങ്ങൾക്ക് സംശയം. അതെന്താ? സിഗരറ്റ് വലിച്ച പുക എങ്ങോട്ട് പോകുന്നുള്ള സംശയം, വെള്ളമടിച്ച തലയ്ക്ക് പിടിക്കുന്നോ എന്നുള്ള സംശയം. ഇങ്ങനെ സംശയിച്ച് മൊത്തം പ്രശ്നങ്ങളായിരിക്കുക. പിന്നെ അത് മാത്രമല്ല, ഈ സംശയം കാരണം ഞാൻ ഡിവോഴ്സിന്റെ വക്കിലായിരുന്നു ഇപ്പം. അങ്ങനെ ഞങ്ങൾ ഒരു കൗൺസിലിങ്ങിനൊക്കെ വിളിച്ച് ഒന്ന് സെറ്റായി. ഒരുവിധം ഞാൻ അനുനയത്തിൽ വിളിച്ച് ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വാർഷിക പരിപാടി ആയതുകൊണ്ട് ഇത് എവിടെ പോയി കിടക്കുന്നോ എന്തോ. ഹലോ, ഈ സ്കൂളിലെ കമ്മിറ്റിയിൽ ആരെങ്കിലും? ഞാൻ കമ്മിറ്റിയിലുള്ളതാണ് സാർ. മിൻമിനി? അയ്യോ ആൻഡോ. അയ്യോ ആൻഡോ അല്ല, ഓക്കെ ആൻഡോ. ആൻഡോ ജോസഫ്. ആൻഡോ ജോസഫ് അല്ല, ഞാനിപ്പോ ആൻഡോ കൊരട്ടിയാണ്. അയ്യോ, എനിക്ക് സത്യം പറയാൻ മനസ്സിലായില്ല. നീ എന്താ ഇവിടെ? ഞാൻ ഈ സ്കൂളിലെ ടീച്ചറാണോ? ടീച്ചറാണ്? എന്റെ ദൈവമേ. അല്ല, നീ എന്താ ഇവിടെ? ഞാനല്ലേ ഇവിടെ മുഖഛായോത്സവം ചെയ്യുന്നത്. ഇന്നത്തെ പരിപാടി ഷോ ഞാനാ ചെയ്തത്. ഇത് ആരെങ്കിലും അറിയണ്ടേ ഇത്? എന്നാലും നീ ഇവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലടി. ആണല്ലേ? എന്നാലും നീ എന്നെ ഓർത്തിരുന്നല്ല. പിന്നെ നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചുമന്ന കളറുള്ള നിക്കർ ഇട്ടോണ്ട് നീ വരുമായിരുന്നു. എന്റെ ചുമന്ന കളറുള്ള നിക്കർ വരെ നീ ഓർത്തിരിപ്പുണ്ടല്ലേ? അന്ന് ആ സ്കൂളിൽ 3 കീറിയ ഒരു നിക്കർ നിനക്ക് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മറക്കത്തില്ല. അല്ല, അന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു ഫിഗർ ആർട്ടിസ്റ്റ് ആണ്. ഈ ഫിഗർ ആർട്ടിസ്റ്റോ? പിന്നെ അടുത്ത ആഴ്ച അമേരിക്ക പോവില്ലേ? അതാണ് നല്ലത്. ഈ പുല്ലെല്ലാം അവിടെ കളഞ്ഞിട്ട് അവിടെ പോയി വല്ല ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. ജോലിക്കല്ലെന്ന്, ഞാൻ ഈ ഫിഗർ ഷോയും കൊണ്ട് അമേരിക്ക പോവുമെന്ന്. പുറത്തെ കിട്ടുമോ? ആൻഡോ കൊരട്ടി 41 ഫിഗറും. പുതിയ പരിപാടിയാണ്. ദൈവമേ, ഇതിനകത്ത് വേറെ ഐറ്റം ഉണ്ട്. എന്താണ്? 1 മിനിറ്റ് ഞാൻ 151 സിനിമാ താരങ്ങളുടെ ശബ്ദം ചെയ്യും. നിന്റെ ശബ്ദത്തിൽ ചെയ്യുമായിരിക്കും. എന്റെ ശബ്ദത്തിലല്ലെന്ന്, അവരുടെ ശബ്ദത്തിൽ ഞാൻ അനുകരിക്കും. നീ ഒന്ന് പോയ. നീ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം MS തൃപ്പൂണിത്തുറ ചെയ്താൽ നിന്റെ ശബ്ദം, KP ചെയ്താൽ നിന്റെ ശബ്ദം, ഏത് സ്റ്റാർ ചെയ്താലും നിന്റെ ശബ്ദമായിരുന്നു. അങ്ങനെ കളിയാക്കണ്ട. ഇപ്പൊ പുതിയൊരു സ്റ്റാർ ഞാനിപ്പോ റെഡിയാക്കി വെച്ചിരിക്കുവാ. ആര്? ബാബു നമ്പൂതിരി. ആ പാവപ്പെട്ട പ്രചോദിന്റെ ജോലി കളയല്ലേ നീ? കേട്ടോ? അങ്ങനെ പറഞ്ഞതല്ല. കല്യാണമൊക്കെ കഴിഞ്ഞ? കല്യാണം കഴിഞ്ഞായിരുന്നടാ. ആണോ? ഭർത്താവ് കണ്ടക്ടറാ. KSRTC-യിലെ? അല്ല, പ്രൈവറ്റിലെ. അയ്യേ, പ്രൈവറ്റ് ബസ്സാ. അതുകൊണ്ട് കഞ്ഞി കുടിച്ച് കിടക്കുന്നു. KSRTC-യിൽ ആരെങ്കിലും ഇപ്പൊ കാണാറുണ്ട്. പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞോ? ഞാൻ ഈ ഫിഗർ ഷോയും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് കല്യാണം കാര്യങ്ങളൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് പെണ്ണുങ്ങൾ കണ്ട്, പക്ഷെ മാമൻ ഒന്നിനെ പിടിച്ചില്ല.
മാമൻ പിടിച്ച പെണ്ണിനെ നീ കെട്ടത്തുള്ളതാ ആണല്ലേ നിനക്ക്? അതല്ലെന്ന് മാമൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചില്ല. അങ്ങനെ എന്തായാലും നിന്നെ കാണാൻ പറ്റിയതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം. എന്താണ് നിനക്ക് ടെൻഷൻ? എന്താ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. എന്തോ മൊത്തം ടെൻഷൻ ഉണ്ടല്ലോ. അത് എന്റെ ഭർത്താവിനെ കാണുന്നില്ല. ഭർത്താവിനെ കാണുന്നില്ല? എന്തെങ്കിലും അടയാളോ വല്ലോ എന്തെങ്കിലും ഉണ്ടോ ഭർത്താവിന്റെ? മുഖത്തൊരു മീശയുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ മുതുകത്തല്ലേ മീശ? അതല്ല, ഈ മീശ എന്ന് പറഞ്ഞ സാധാരണ മീശയല്ല, ഒരു 1.5 മീശയാ. ഭർത്താവിന് ഇപ്പൊ എന്താണ് പ്രശ്നം അത് പറ. സംശയം. സംശയമാ? പിന്നെ എന്നെ ഭയങ്കര സംശയമാണ്. എന്റെ പൊന്നോ, റെയിൽവേ സ്റ്റേഷനാണ്? അല്ലല്ല, വിസിലൊക്കെ അടിക്കുന്നു. വിസിൽ കേട്ട് ഇവിടെ എവിടെ ഉണ്ട്, ഇവിടെ എവിടെ ഉണ്ട്. അയ്യോ, ചേട്ടന് ആളെ മനസ്സിലായില്ലേ? മനസ്സിലാവാത്തവന്റെ കൂടെ വരെ സംസാരം തുടരും. ഹലോ സുധാകരൻ സാറ്? നോ, അല്ലേ ഐ ആം ആന്റോ കൊരട്ടി. താല്പര്യമില്ല. ഇതാരെന്നറിയോ? എനിക്കറിയില്ല. ഇവൻ എന്റെ സ്കൂളിൽ പഠിക്കാൻ ഇതെന്താ ഇങ്ങനെ? എന്റെ വണ്ടി ഏത് റൂട്ടിൽ ഓടണം, ഏത് സ്റ്റോപ്പിൽ നിർത്തണം ഞാൻ തീരുമാനിക്കും. പുള്ളിയാ ഇപ്പൊ എന്റെ റൂട്ടൊക്കെ തീരുമാനിക്കുന്നേ. കുറെ ദിവസം കൊണ്ട് ഈ വണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന റൂട്ടിലല്ല ഓടുന്നത്. അല്ല, ഇതാക്കാന്ന് പറഞ്ഞത് സ്കൂളിൽ പഠിച്ചതാ, ഇവിടെ പരിപാടിക്ക് വന്നേക്കുവാ. ഞാൻ പ്രശസ്ത ഫിഗർ ആർട്ടിസ്റ്റ് ആണ് ആന്റോ കൊരട്ടി. ആരെ വരട്ടിയെന്ന്? ആരെയും വരട്ടി എന്നല്ല പറഞ്ഞ, എന്റെ പേരാണ് പറഞ്ഞത്, ആന്റോ കൊരട്ടി. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് താരങ്ങളുടെ ശബ്ദം ചെയ്യും. താങ്കൾക്ക് ഏതെങ്കിലും സിനിമാ താരത്തിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ചെയ്തിരിക്കും. കുഞ്ചൻ. കുഞ്ചന? കുഞ്ചൻ അല്ല, കുഞ്ചൻ എന്ന് പറഞ്ഞ താരമല്ലേ? അല്ല, താരമാണ്. അല്ല, കുഞ്ചൻ അല്ലാതെ ആരെങ്കിലും? ബോബനാലുമൂടൻ. ബോബനാലുമൂടൻ താരമല്ലേ? താരമാണ്. ബോബനാലുമൂടൻ അല്ല. സംയുക്ത വർമ്മ താരമല്ലേ? ആണ്. പെണ്ണ്. സംയുക്ത വർമ്മ പെണ്ണ്. അല്ല, പിന്നെ സംഭവം ശരിയാണ്. അല്ല, ഇത് എന്നെ അറിഞ്ഞുകൂടി ഈ പുള്ളി എന്നെ അതുകൊണ്ടാണ് ഈ പറഞ്ഞാല് ഇനി ഈ പുള്ളി പോവാ. കൂടുതൽ അങ്ങ് ഓവർടാക്ക് ചെയ്യണ്ട, ഞാൻ പറയൂ. അപ്പൊ എന്തായാലും നിങ്ങളെ കണ്ടു പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. എപ്പോഴാ കല്യാണം കഴിഞ്ഞേ? എപ്പോഴാ കല്യാണം? ഇങ്ങോട്ട് ചോദിക്കാം. അല്ല, എപ്പോഴാ കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ആ പിള്ളേരുടെ ഇടയിൽ വെച്ചായിരുന്നു. കല്യാണം കഴിച്ചിട്ട് എത്ര മക്കളുണ്ട്? അങ്ങ് കേറുവാണല്ലോടാ നീ. വന്ന് കേറിയില്ലും അങ്ങ് കൊണ്ടേലങ്ങ് കേറുവാണല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞ് എത്ര മക്കളുണ്ടെന്നുള്ള ചോദിച്ചെന്നേ ഉള്ളു. അല്ല, 8 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ല. ചേടാ, 8 കൊല്ലമായിട്ട് കുട്ടികളില്ലെന്ന് പറഞ്ഞാൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് പറയണം. ഈ സ്വർണത്തിന്റെ വില കുത്തനങ്ങ് കേറിയല്ലോ, അപ്പോഴാണ് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞത്. അല്ല, ഈ സ്വർണത്തിന്റെ വില കൂടിയതും ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞത് ഈ കുട്ടികളുടെ ഇതുമായിട്ട് എന്താ പറ്റുക? നിനക്കൊരു കാരണമല്ലേ വേണ്ടത്? ഇതാണ് കാരണം. അങ്ങനെ പറയാനായിട്ട് പറഞ്ഞല്ല. സംഭവം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സമയത്ത് ഇവളെ എനിക്ക് ഓട്ടോഗ്രാഫ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. രാവിലെ എടുത്തത് വായിക്കാൻ മനസ്സിന് തന്നെ ഒരു കുളിർമയാ. കണക്കിലാണ് ഓട്ടോഗ്രാഫ്? കണക്കിലല്ല, മലയാളത്തിൽ. മലയാളത്തിൽ എഴുതുമായിരുന്നു ഓട്ടോഗ്രാഫ്. കണക്ക് ടീച്ചറേ, നീ മലയാളത്തിലങ്ങ് എഴുതുമല്ലേ? ആ ഓട്ടോഗ്രാഫ് ഒന്ന് പറ, ഞാൻ ചിരിക്കട്ടെ. പഴം പഴം പൊളിക്കണം, പുട്ടിലിട്ട് ഞെവിടണം, വാരി വാരി തിന്നുമ്പോ എന്നെ കൂടി ഓർക്കണം. അടിപൊളി, കിട്ടില്ല സാധനമാണത്. ഇതാണ് സാഹിത്യം. എങ്ങനെ? പഴം പഴം പൊളിക്കണം, പുട്ടിലിട്ട് എവിടണം, വാരി വാരി തിന്നുമ്പോ എന്നെ കൂടി ഓർക്കണം. അടിപൊളി. എടാ, നീ ഇപ്പൊ പുട്ട് കഴിക്കാറുണ്ടോ? പുട്ട് കഴിക്കാറുണ്ട്, പക്ഷെ കൂട്ടത്തിൽ പഴമല്ല, ഞാനിപ്പോ കടലക്കറി കഴിക്കുന്നു. തെറ്റി, നിനക്ക് തെറ്റി. പാടേക്ക് നീ എഴുതിയെല്ലാം വേസ്റ്റ് ആയിടി. അവ ഇപ്പൊ പുട്ടിന്റെ കൂടെ കടലയാണെന്ന് പുള്ളി എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് കേട്ട് എനിക്ക് ചിരിക്കണം. പറ. വിശാല മനസ്സേ, വിരോധ മനസ്സേ, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. വിധിയുണ്ടെങ്കിൽ കണ്ടല്ലോ, കണ്ടോണ്ടിരിക്കല്ലേ? വിധിയുണ്ട്, അതുകൊണ്ടല്ലേ ഇപ്പൊ കാണുന്നത്. അയ്യോ, ഈ പുള്ളി നമ്മൾ ഉദ്ദേശിച്ചു ഓവർടേക്ക് വേണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എനിക്ക് എന്തായാലും പ്രച്ഛന്റെ വിഷത്തിന്റെ സമയമായി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഇനി പറഞ്ഞോ. എടാ, ഇച്ചി പൗഡർ കൂടുതലിട്ടോ. എന്താ ഇവിടെ കിടന്ന് ചളിങ്ങില്ലേ, അതൊക്കെ അങ്ങ് മാറി കിട്ടും. സുധാകരൻ ആരുടെ ഇവിടെ? സുധാകരൻ സാർ ആര്? എന്റെ പൊന്ന് ചേട്ടാ, സുധാകരന്റെ കള. നീ കള. ആദ്യം സുധാകരനെ നീ കള. ഞാനെന്ന് പറഞ്ഞ സുധാകരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൽ അധ്യാപകന. അദ്ദേഹത്തിന് എന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. അറിയാം.
നിന്റെ മനസ്സിലൊരു കൂടുകൂട്ടി സുധാകരൻ നീ പ്രതീക്ഷിച്ചിട്ടുണ്ടടി, പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതല്ലെന്ന് സുധാകരൻ സാറാ. അവൻ സാറായിരിക്കും, പക്ഷെ നിനക്കവൻ സ്റ്റാർ ആടി, സ്റ്റാർ. പൊന്നു ദൈവമേ, നിങ്ങൾ മനുഷ്യൻ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് സംശയിക്കല്ലേ? നിങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. രാത്രി എനിക്ക് ഉറക്കം പോലും ഇല്ല, അറിയാവോ? അതങ്ങനെയല്ലേ, ഞാൻ ഉറങ്ങിയോന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ടാണ് ഞാൻ ഉണർന്നിരുന്നത്. അന്നലെ വെളുക്കോളം നിങ്ങൾ ഉണർന്നിരുന്നു. അപ്പൊ നീ ഉറങ്ങിയില്ല? എടി, ഈ വെളുക്ക സുധാകരൻ നിന്നെ സംശയം ചോദിച്ചു വിളിക്കാന് നീ ആര് ലേബർ ഇന്ത്യ? നിങ്ങൾ രാവിലെ വരെ ഇങ്ങനെ ഉണർന്നിരിക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, രാവിലെ നേരെ ആദ്യം നിങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർ ആയിട്ട് പോകും. എന്നിട്ട് രാത്രിയിൽ ഉറക്കമില്ലെങ്കിൽ നേരെ നൈറ്റ് വാച്ച്മാനായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകും. അടിപൊളി. ഇതിവിടെ വായി എപ്പോ വരുമെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ രാവിലെ പ്രൈവറ്റ് ബസ്സിൽ പോയി തളർന്നു വന്നിട്ട് രാത്രി വല്ല ATM-ലും സെക്യൂരിറ്റി ആയിട്ട് പോയി ഇരിക്കുമ്പോ ഒരു 9 മണിയാവുമ്പോ സുധാകരന്റെ സംശയം എന്ന നാടകം ആദ്യം ഒരു 11 മണിയാകും ഇപ്പക്കാരി വന്നവന്റെ ഫിഗർ ഷോ. അത് കൊള്ളാം. എന്തായാലും പരിപാടി ഇപ്പൊ തുടങ്ങി, കണ്ടിട്ട് പോവാം. കണ്ടിട്ട് പോകും ഞാൻ. പരിപാടി തുടങ്ങട്ടടി. ആൻഡോ കൊരട്ടി അവതരിപ്പിക്കുന്ന ഫിഗർ ഷോയിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹീറോ, മൺമറഞ്ഞിട്ടും മനസ്സിൽ നിന്നും മറയാത്ത താരം, പൗരുഷത്തിന്റെ പ്രതീകം, കോളേജ് കുമാരിമാരുടെ സ്വപ്ന കാമുകൻ ശ്രീ ജയൻ. കസ്തൂരി മാൻമിഴി മലർശരമേതു കൽത്താര പുഷ്പങ്ങൾ പൂമഴ. കസ്തൂരി മാൻമിഴി മലർശരമേതു കൽത്താര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വര മാധുരി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓവർടേക്ക് പാടില്ലെന്ന്. ഞാനോടാ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജി, നിന്നെ ഇന്ന് ഞാൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഈ ഇരിക്കുന്നതെല്ലാം മരപ്പാവകൾ, എന്റെ ഭാര്യ മാത്രം സ്ത്രീ. അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ നേരത്തെ അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് അവളുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അതിന് കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന്. അത് മാത്രമല്ല, ഞങ്ങൾ തമ്മിലുള്ള ജോഡി പൊരുത്ത അടിപൊളിയാണ്. അടിപൊളി. ഞാനൊരു കിഴങ്ങൻ, നല്ല ജോഡി പൊരുത്ത. ഞാൻ അടുത്ത ഫിഗർ ഒരുക്കില്ലേ. എടി, ജയൻ തകർത്തല്ലേ? അവൻ തകർത്ത്, പക്ഷെ തകർന്നത് ഇവിടെ അടി. എടി, പണ്ട് നിന്നെയും കെട്ടിക്കൊണ്ട് എന്റെ വീട്ടിനകത്തോട്ട് നീ കേറിയപ്പോഴത്തേക്ക് എന്റെ പൊന്നമ്മച്ചി നിന്റെ കയ്യിലോട്ടൊന്ന് പിടിച്ചപ്പോഴേ നിനക്ക് എന്തായിരുന്നു ബഹളോടി? ബഹളം ഉണ്ടാക്കാൻ കാരണമൊന്നുമല്ല, 1.5 ലക്ഷം രൂപ എനിക്ക് നഷ്ടമായത്. നിങ്ങൾ അമ്മ എന്റെ കൈ പിടിച്ചപ്പോഴേ 1.5 പവന്റെ വളയാ ഊരിക്കൊണ്ടാ പെണ്ണുള്ള. അത് വിട്. അന്യൊരുത്തം നിന്റെ കൈ വന്ന് പിടിച്ചപ്പോ നീ ഹാപ്പി ആയല്ലോ. ഒരു കാര്യം ചെയ്യാം, കസ്തൂരി കൈതാടി, കസ്തൂരി കൈതാടി, കൈതാടി. പഴയകാല മലയാള സിനിമകളിലെ റൊമാന്റിക് ഹീറോ, ഒരു കാലഘട്ടത്തിൽ യുവസിനികളിൽ ആവേശമായി മാറിയ സ്വപ്ന നായകൻ ശ്രീ വിൻസെന്റ്. കൊണ്ടുവരണ ചെവിടും കൊണ്ട് എന്നെ കാണൂല. പാലരുവി കരയിൽ പഞ്ചമി വിടരും കടവിൽ പറന്നു വരൂ മറക്കടിയുണ്ട്. പനി നീരുതിരും രാവിൽ പാലരുവി കരയിൽ പഞ്ചമി വിടരും കടവിൽ പറന്നു വരൂ പനി നീരുതിരും രാവിൽ കുരുവി കുരുവിയില്ല, ഒരു മൂങ്ങ മതിയാടാ. അതെന്നെ പരിപാടിയാണ്. എന്റെ ഫിഗർ ഷോ പൊളിക്കാനായിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്ന് കയറിയ നിനക്ക് ഒരു ബുദ്ധിമുട്ടാല്ലേടാ? ഇന്നിപ്പോ കമ്മിറ്റിക്കാരെങ്കിലും ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ ആരെങ്കിലും എന്നെ തല്ലുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങളായിരിക്കും. പിന്നെ കാണാൻ എന്റെ അടുത്ത ഫിഗർ നിങ്ങളെ പൊളിച്ചു. അവ ആരേടി ചെയ്തത്? ആര് ചെയ്തെന്ന് മനസ്സിലായില്ലേ? വിൻസെന്റ്. വിൻസെന്റിനെ നിനക്ക് അറിയാവോടി?
അറിയാവോന്ന് ആരാടി ബിസിനസ്? എന്റെ എന്താ നടിയത്? ഞാൻ അറിയാണ്ട് ചെയ്തു പോയത്. ഇപ്പോഴും അന്യപുരുഷന്മാരോടാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അങ്ങ് ഡൈവേഴ്സ് ചെയ്യും. ഇനി ഇങ്ങനെ സംശയിക്കുന്ന മനുഷ്യന്മാരുണ്ടോ നമ്മുടെ നാട്ടിൽ? എനിക്ക് പേപ്പർ വേണം. വക്കീൽ ഡൈവേഴ്സിന്റെ പേപ്പർ വേണം. മലയാള സിനിമ കണ്ട മലയാളികളുടെ മഹാനടൻ, അഭിനയത്തിന്റെ ദ കംപ്ലീറ്റ് ആക്ടർ ശ്രീ മോഹൻലാൽ പഴയകാല സിനിമയിലെ ഒരു സൂപ്പർ ക്ലൈമാക്സ് സോങ്ങുമായി എത്തുന്നു പത്മശ്രീ ഭരത് മോഹൻലാൽ. മോഹഭംഗ മനസ്സിലെ പങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മ മനോഹരി നീ എന്റെ പ്രാണനിൽ അലിയൂ വേഗം. ചിക്കൂനല്ലേ? അടിപൊളി അടിപൊളി അഭിനയം, അഭിനയം. അപ്പൊ നിന്റെ കാക്കൽ വീണ എന്താ നിന്റെ ദേഹത്ത് തൊട്ടില്ലല്ലേ? ഇതാണ് അഭിനയം. ഞാനേ ഒട്ടും യഥാർത്ഥത്തിൽ മോഹൻലാൽ വന്നതാണെന്ന് അതുപോലെ വരുന്നു ഞാൻ നോക്കുമ്പോ, പക്ഷെ എന്റെ കൈ തൊട്ടില്ല. എനിക്കറിയാം നിന്റെ കൈ തൊട്ടില്ല. സൂപ്പർ അഭിനയം. എന്നാ അഭിനയാടാ, നല്ല ഒറിജിനൽ പോലെ തോന്നി. ഇങ്ങനെ നിനക്ക് അഭിനയിക്കാൻ അറിയാമായിരുന്നോ? ഇത് ഞാൻ അഭിനയിച്ചതല്ല, പിന്നെ നിന്റെ ഭർത്താവ് എന്റെ മുതുകത്ത് ഒറിജിനലായിട്ട് കുത്തിയതാ. വല്ലവന്റെ ഭാര്യ നീളം വന്ന് കളിച്ച ഇങ്ങനെ ഇരിക്കണം. അത് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതല്ലേ. ഞാനും ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഇത് കുത്തിയത്. എന്നെ ആരെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. പ്രസാദേ, അഭിജിത്തെ, മനു, 3 പേർക്കൊരു ഉഗ്രം കൈയ്യടി അങ്ങ് തരാം. ഗംഭീരമായ ഒരു സ്കിറ്റ് കളിച്ച് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യ അഭിപ്രായം നസീർക്ക് തുടങ്ങാം. കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു. നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ ഫിഗർ ഷോ ഇങ്ങനെ വന്ന് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു മാറ്റമൊക്കെ വരുത്തിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നീ ആ പാട്ട് രണ്ടെണ്ണം ഒറിജിനലായിട്ട് തന്നെ പാടുമായിരുന്നല്ലേ? ആ നന്നായി. മൊത്തത്തിൽ ഒരു രസമുള്ള ഒരു സ്കിറ്റായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ മെനക്കെട്ടു, ഇത് നന്നായിരുന്നു. ഇനിയും മുമ്പോട്ടുള്ള സ്കിറ്റുകൾ ഇതേപോലെ തന്നെ ആകണമെന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനുള്ള ശ്രമവും ഉണ്ടാകണം. എന്തായാലും കൊള്ളാം. ഓൾ ദ ബെസ്റ്റ്. നന്നായിരുന്നു കേട്ടോ, നല്ല സ്കിറ്റായിരുന്നു. നമ്മൾ ഈ സംശയം പല സ്കിറ്റിലും കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ സംശയത്തിനൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. പുക വലിച്ചിട്ട് ഈ പുക എങ്ങാട് പോകുന്നു, പിന്നെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കിക്ക് തലക്ക് പിടിക്കും. അതൊക്കെ നല്ല രസമല്ല, നമ്മൾ ആദ്യമായിട്ട് കേട്ട തമാശകളാണത്. അപ്പോൾ തോന്നി എനിക്ക് ഈ സാധനം വെറൈറ്റി ആയിരുന്നു. പിന്നെ പ്രസാദം കൂടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ലെവലായി. അയ്യോ, ആൻഡോ കൊരട്ടി കൊള്ളാട്ടാ, ആൻഡോ കൊരട്ടി നന്നായിട്ട് ആണോ? ഈ സ്കിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടാൻ പോകുന്ന ആൻഡോ കൊരട്ടിക്ക്. ഇതിന്റെയൊക്കെ കട്ട് എടുത്തിടും പുള്ളിക്കാരൻ. ക്ലൈമാക്സ് ഗംഭീരമായിരുന്നു. ഞാൻ കരുതിയ മോഹൻലാൽ മറ്റേ കുത്തി വന്നിട്ടുള്ള എൻ്റെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇയാളിങ്ങനെ കുത്തി വിടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കേട്ടോ. നല്ല പഞ്ചുള്ള എൻഡായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. 3 പേരും അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. സാധാരണ നമ്മൾ സ്കിറ്റ് കളിക്കും, മറ്റുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കളിക്കും. പക്ഷെ നിങ്ങളും ഇത് എൻജോയ് ചെയ്ത് കളിക്കുന്നു എന്നുള്ളതാണ്. അത്രയ്ക്ക് നല്ല ലൈഫായിരുന്നു കേട്ടോ 3 പേരുടെയും കളിക്ക്. അഭിജിത്ത് ഇവിടെ അന്ന് അഭിജിത്തിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു, സംശയത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ സംശയ കാരണങ്ങൾ പറഞ്ഞു. ഒന്നും ലാഗില്ല, അതിനെല്ലാം നല്ല ഓരോ കാരണങ്ങളുണ്ട്. പ്രസാദിൻ്റെ ഒരു ക്യാരക്ടർ ഭയങ്കര രസം. കാര്യം എന്തെങ്കിലും ഒരു മാനറിസം പ്രസാദിനകത്ത് കൊടുക്കുമെന്നുള്ളൂ. ആ മാനറിസം തുടക്കം മുതൽ അവസാനം വരെ ഒന്നും പോകാതെ, ഞാൻ ഫീസിലൊക്കെ അടിച്ച് മാറ്റി നിർത്തുന്നതും പിന്നെ കുറേ ആക്ഷൻ പരിപാടികളുണ്ട്. അതൊക്കെ എന്നും ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ 3 പേരുടെ ലൈഫ് കളിയായിരുന്നു. പിന്നെ ബിജുക്കുട്ടൻ പറഞ്ഞ ക്ലൈമാക്സ് ശശാങ്കന് ഒരു ഉഗ്രം ഗൈഡ് കൊടുക്കണം, ഉഗ്രം ക്ലൈമാക്സ് ആണ്. പിന്നെ മനു, നിങ്ങൾ ആ പാടിയത് രസമുണ്ടായിരുന്നു. ഫിഗർ നമുക്കറിയാം, അത് വളരെ രസകരമായിട്ട് അവിടെ ഒന്നും ലാഗ് ചെയ്തില്ല. അടിപൊളി. 3 പേർ. അപ്പം നസീർക്ക മാർക്ക് കൊടുത്താലോ? ഞാനൊരു 11,000 രൂപ തരിക. അടിപൊളി. ബിജുക്കുട്ടാ 12. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അങ്ങോട്ട് തന്നേക്കാം. ഗൂഗിൾ പേ ചെയ്യാണ്. പിടിച്ചു. അപ്പോൾ എന്തായാലും 3 പേർക്കും ഒരു ഉഗ്രം കൈയടി. താങ്ക് യു പ്രസാദ്, മനു ആൻഡ് അഭിജിത്ത്. താങ്ക് യു.
നസ്രക ബിജുക്കുട്ട, നമുക്ക് ഒരുപാട് പുതിയ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. വരുന്നവരൊക്കെ ആദ്യ വരവിൽ തന്നെ ചിലപ്പോൾ 40 അടിച്ചു പോകുന്ന ആൾക്കാർ, 50 ഒക്കെ അടിച്ചവരുണ്ട്. അപ്പൊ ചിലപ്പോൾ രണ്ടാമത്തെ സ്കിറ്റ് കളിക്കുമ്പോൾ ചിലപ്പോൾ കുറവായിരിക്കും, മൂന്നാമത്തെ കളിക്കുമ്പോൾ ചിലപ്പോൾ അതിലും കയറും. അങ്ങനെ 3 പേരെ വിളിക്കട്ടെ. അങ്ങനെ ഒരു 3 പേരെ വിളി. ജോയി, സോണി ആൻഡ് വിനോദ്. ഭാര്യ ഒളിച്ചോടിപ്പോയി, ഭർത്താവ് ഭാര്യയുടെ അനിയത്തിയെ കെട്ടി, അത് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇതൊരുമാതിരി വല്ലാത്ത പണിയായി പോയല്ലേ. പ്രളയം പേടിച്ച് ഏർമാടം കെട്ടിയപ്പോൾ അത് കൊടുങ്കാറ്റ് കൊണ്ടുപോയെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. ഇവിടെ എനിക്കൊരുക്കി ഉണ്ടായിരുന്നു. എടിയേ എടിയേ എടി, എന്താ മനുഷ്യനെ ഇവിടെ കിടന്ന് കടിയ 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 കടിയേ. മനുഷ്യൻ എങ്ങോട്ടും ഒന്നും മാറണ്ട, അപ്പൊ തുടങ്ങും കടിയ 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 കടിയ. എന്താ മനുഷ്യ? എടി, നീ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാണ്. അയ്യോ, ഞാൻ ആരുടെ കൂടി ഓടിപ്പോയെന്ന് കരുതിയ. ആ ബാക്കി എനിക്കുണ്ടാവുന്ന ഒരു പ്രതീക്ഷയേ ഇല്ല. എന്റെ മനുഷ്യനാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദേഷ്യപ്പെടരുന്ന്. നീ ദേഷ്യപ്പെട്ടാലേ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല. അപ്പൊ ദേഷ്യപ്പെട്ടില്ലെങ്കിലോ ഒട്ടും ഭംഗിയില്ല. ഓ, നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. നിനക്കറിയോ തെക്കേലെ ഉഷ ചേച്ചി ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് അറിയോ? എന്തെന്ന്? നമ്മുടെ കല്യാണ ഫോട്ടോ കണ്ടിട്ടേ അവര് പറയാണ് ഉർവശിനെ ശ്രീനിവാസനെ പോലെ ഇരിക്കണത്. ശ്രീനിവാസൻ ഓക്കെ, ഉർവശി എനിക്ക് മനസ്സിലായില്ല. നീ ഉർവശി, അപ്പൊ യഥാർത്ഥത്തിൽ ഉർവശി എന്ന് എനക്ക് അറിയില്ല. നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയുവോളെന്ന് എനിക്കറിയാം. നീ ദേഷ്യപ്പെടുത്തി ഇങ്ങോട്ട് വാ. പെണങ്ങല്ലേ, ഇങ്ങോട്ട് വാ. അതെ ചേട്ടായി, നാളെ മുതൽ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്. എന്നെ മനുഷ്യന് ഇതാണല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹം കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഏതപട കൂട്ടത്തിൽ ജീവിതം തുടങ്ങാൻ പോണെന്ന് പറഞ്ഞത്. നിങ്ങളുടെ വായിൽ എന്നാ കുരുവാണ്. നിങ്ങൾക്ക് നേരത്തെ പറയാൻ പറ്റുന്ന ഞാൻ ആ സുരേഷുമായിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയാലായിരുന്നു. നീ സുരേഷുമായിട്ട് എന്ത് അഡ്ജസ്റ്റ്മെന്റ് എത്തുന്നു? നിങ്ങളെ കൈയും കാലും തല്ലോടിച്ച് ഇവിടെ ഇടുവന്നു, എന്നിട്ട് ഞാൻ വേലെടുത്ത് തന്നാ മതിയല്ല. എടി, നീ പറഞ്ഞു ഇത് എങ്ങോട്ടാണ് ഈ കയറി പോണത്? പിന്നല്ലാതെ. എടി, ഞാൻ പറഞ്ഞ എന്താണെന്ന് നിനക്ക് മനസ്സിലായ? ഇന്ന് 2024 ഇവിടെ അവസാനിക്കുകയാണ്. നാളെ 2025 തുടങ്ങുകയാണ്. അപ്പോ പുതിയ പ്രതീക്ഷകളും പുതിയ തീരുമാനങ്ങളും പുതിയ പ്രതിജ്ഞയായിട്ട് നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് അങ്ങ് കുത്തിയാണ്. ആ കാര്യമാണ് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞത്. ചേട്ടായി പറഞ്ഞത് സത്യമാണ്. സംശയമുണ്ടോ? എന്നാലേ എന്നോട് പറ, എന്ത് ഇനി മേലെ വെള്ളം അടിക്കരുതെന്ന്. ഞാൻ വെള്ളമടി നിർത്തി. അങ്ങനല്ല, എന്നോട് പറ. എടി, ഞാൻ നിർത്തി. സത്യം 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 സത്യം. അതെ, എന്നോട് പറ. എന്ത്? ഇങ്ങനെയല്ല, ഐ ലവ് യു എന്ന്. അത് മോഹൻലാല്, ഇത് റബ്ബർ വെട്ടാൻ പോണ കുഞ്ഞു. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. 2024 നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് പറയോ? മാർച്ച് നമുക്ക് മറക്കാൻ പറ്റൂല. എന്തേ? അന്നല്ലേ നമ്മൾ പുതിയ ബൈക്ക് വാങ്ങിച്ചത്. അപ്പൊ ജൂലൈ നമുക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല. ജൂലൈ നമുക്ക് എന്താന്ന്? പിന്നെ അന്നല്ലേ CC-കാർ വന്ന് ആ ബൈക്ക് എടുത്തിട്ട് പോയത്. ആ കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്റെ പൊന്നോ. വേറൊരു കാര്യമുണ്ട്, അതറിയോ? നിന്റെ അച്ഛനെ പട്ടി അടിച്ചത്. അതല്ലെന്ന്. പിന്നെ ജനുവരിയിലൊന്നുമില്ല. ജനുവരി ഒന്നുമില്ലേ? ജനുവരിയിലുണ്ട്. എന്തോന്ന്? അന്നല്ലേ ഞാൻ ടീച്ചറായിട്ട് എനിക്ക് ജോലി കിട്ടിയത്. ടീച്ചർ? പിന്നെ നിന്റെ വർത്താനം കേട്ടാത്തോണ്ട് നീ ഏതാണ്ട് +2 പഠിപ്പിക്കാൻ പോണത്. ഈ ഇച്ചിരി ഇല്ലാത്ത പിള്ളേരുടെ ചെന്ന് കാക്കേ കാക്കേ കൂടെ ഇവിടെ നിന്നുള്ള പാട്ട് പഠിക്കാൻ പോണില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് പറഞ്ഞാലും പുച്ഛമാണ്. ഞാനേ അങ്ങനെയുള്ള പാട്ടാണ് പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമോ, ഞാൻ പഠിപ്പിക്കുന്ന പാട്ട് യൂട്യൂബിൽ ഹിറ്റാ. ഹിറ്റ്. ഏത് പാട്ട് കേൾക്കണോ? പാടട്ടെ. ടപ്പ് 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 കുതിര കുഞ്ഞേമാ, ബൗ 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 പട്ടിക്കുട്ടി വാ, മ്യാവ് 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 പൂച്ച കുഞ്ഞേമാ, കാ 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 കാക്ക കുഞ്ഞേമാ. നല്ലൊന്നാതെ ന്യൂ ഇയർ ആയിട്ട് ഈ ആശാനെ കടത്തി ഉറക്കാനാണോ പ്ലാൻ? ആശാനെ കടത്തി ഉറക്കാൻ ആശാൻ കുഞ്ഞുഞ്ഞാണ്, കുഞ്ഞല്ല, അറിയാമോ? ആഹാ, ആശാൻ നല്ല ചൂടിലാണല്ലോ. അതെ ആശാൻ, നിങ്ങൾ വന്നേ, ഞാൻ ഡ്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഡ്രം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊട്ടടാ, ഞാൻ ഇവിടെ നിന്ന് പാട്ട് പാടാം. എന്റെ ആശാൻ, ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഈ ന്യൂ ഇയർ ആയിട്ടേ ആശാൻ ഒരു സാധനം കൊണ്ട് വാങ്ങിച്ചു വന്നില്ല, പിന്നെ ശരിയാകുമോ? ഇത് ആശാനുള്ള. എന്റെ മധുക്കുട്ടാ, ഇതാരാടാ? അത് ഇതിലായിട്ട് മനസ്സിലായി, അത് നിങ്ങളുടെ കെട്ടിയവനല്ലേ? എന്റെ കെട്ടിയവനാണെന്ന് എനിക്കറിയാം. നിന്റെ ആരാണെന്നാ ചോദിച്ചത്? അയ്യോ, അതെന്റെ കൺകണ്ട ദൈവ, എന്റെ ആശാൻ അത്. എന്നിട്ടാണാടാ നീ ഈ മദ്യവും മേടിച്ചിട്ട് വന്ന് നല്ലൊരു ദിവസമായിട്ട് ഇജ്ജേനെ കുടിപ്പിക്കാൻ വന്നത്?
അതിനിങ്ങനെ ചൂടാക്കണോ? പിന്നെ ആശാൻ തന്നെ എന്നാ ചെയ്തത്? എന്തോ ഇരിക്കുന്ന ഇരിപ്പിൽ 1/2 ലിറ്റർ ഒറ്റയ്ക്ക് അടിച്ചു തീർക്കും. അല്ലാതെ വല്ല കുഴപ്പമുണ്ടോ ആശാന്? ഇന്നു മുതൽ എന്തായാലും ആശാൻ ആ പണി നിർത്തി. 2025 ഇനി ആശാൻ നല്ലൊരു മനുഷ്യനായിരിക്കും. ഇനി മദ്യവെക്കത്തില്ല, ഒരു പരിപാടിയില്ല. അതുകൊണ്ട് മധുക്കുട്ടനെ എടുത്തിട്ട് പോ. എടുത്തിട്ട് പോ. അപ്പൊ ആശാനെ ഗുഡ് നൈറ്റ്. നീ അവിടെ നില്ല്. എടി നീ എന്ത് പരിപാടിയെ കാണിച്ചത്? ഞാൻ 2025 കൂടി നിർത്തുമെന്നല്ലേ പറഞ്ഞത്? ആ 2025 ആവാൻ ഇനിയും സമയമുണ്ട്. ഞാൻ 12 മണി വരെ അടിക്കും. അത് കഴിയുമ്പോ ഞാൻ അടിക്കും. അതിലും മിച്ചം ഉണ്ടെങ്കിലല്ലേ നീ അടിക്കുള്ളൂ. അടിക്കുന്ന കാര്യമല്ല, നിങ്ങളടിക്കും. ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്. ഓ മോനെ നീ ഒഴിക്കടാ. ആശാൻ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്ന ആശാനെ? നീ ഒഴിക്കടാ. ചേച്ചി ക്ലാസ് ഉണ്ടോ? ഓ നിനക്ക് ഒരു വിവരവും ഇല്ലടാ. സ്കൂൾ അടച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ എനിക്ക് ക്ലാസ് ഉണ്ടാകണത്? എന്നാ കൗണ്ടർ ക്ലാസ് ഉണ്ടോ നോക്കിക്ക്. ഇടം കിട്ടി. ആശാനെ പറഞ്ഞോണം. ഒഴിക്കടാ. ഒഴിക്കേ ഒഴിയോ? ഒഴിക്കേ ഒഴിക്കടാ. ഇനി ഒഴിച്ചാൽ തുളുമ്പി പോകത്തില്ലേ? എന്നാ മതി. വെള്ളം ഒഴിക്കുന്നില്ലേ? വെള്ളം ഒഴിക്കാൻ സ്ഥലം വേണ്ടേ? ഗ്ലാസും തരാവോ? മോനെ മധുക്കുട്ടാ നീ കൂടിയടാ. ഞാൻ വെള്ളം ഒഴിച്ചോളാം. ആശാന്റെ കറവ് പോട്ടെ. മോനെ മധുക്കുട്ടാ നീ എവിടെയാടാ വെട്ട്? ആശാൻ എന്നെ പഠിപ്പിച്ച പോലെ ഞാൻ റബ്ബറെ തന്നെയാ വെട്ടുന്നത്. അതല്ലടാ, നീ ഇപ്പൊ റബ്ബർ കിട്ടുമ്പോ എന്ത് കിട്ടും? ഞങ്ങളുടെ അവിടെയൊക്കെ പാലാ കിട്ടുന്നത്. പിന്നെ റബ്ബറിൽ നിന്ന് തൈര് കിട്ടുമോ? എടാ അതല്ല ഞാൻ ചോദിച്ചത്. എടാ മരം ഒന്നിന് എത്ര കിട്ടുമെന്ന്. മരയോന്തിന് എന്നാ കിട്ടുമെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങൾ പോയാ മരയോന്തിനോട് ചോദിക്കും. എടാ മരയോന്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു മരത്തിന് എത്ര കിട്ടുമെന്നാണ് ഞാൻ ചോദിച്ചത്. ടച്ചിങ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇലക്ട്രിസിറ്റിക്കാർ വന്ന് എല്ലാം വെട്ടിക്കളഞ്ഞു. എന്റെ ഞാൻ ആരോട് പറയാനാ? ഒരെണ്ണം കൂടെ ഊറ്റിക്കോട്ടെ. വേണ്ട മോനെ മധുക്കുട്ടാ. എടാ നീ കൊണ്ടുവന്ന സാധനം അടിച്ചപ്പോ എനിക്ക് ഇവിടെ ഭയങ്കര തലവേദനടാ. അവിടെ തലവേദന വരാതെ പിന്നെ അറ്റാക്ക് വരും ആശാനെ. ഇത് സാധാരണ തലവേദന അല്ല മധുക്കുട്ടാ. പിന്നെ ഇത് നമ്മള് ഇംഗ്ലീഷ് പറയുമ്പോ തെറിയാറ്റ് കേൾക്കണം. മലയാളത്തിലെ തലവേദന ഉണ്ടല്ലോ. ഓ മൈഗ്രെയിൻ. കറക്റ്റ് മൈഗ്രെയിൻ. മധുക്കുട്ടാ നീ എന്താടാ പെണ്ണ് കെട്ടാത്തത്? എന്നാ ആശാനെ ഒന്നും പറയണ്ട. എനിക്ക് പെണ്ണ് കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹ. പക്ഷെ എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണിനെ എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. മധുക്കുട്ടാ ഈ ശരീരത്തിലെ സങ്കല്പോ? എന്റെ സങ്കല്പം എന്ന് പറഞ്ഞോണ്ടല്ലോ, ഈ പൊക്കത്തിലുള്ള ഒരു പെണ്ണ് വേണം. അവള് കണ്ണാടി പോലെ ഇരിക്കണം. അപ്പൊ നിനക്ക് പെണ്ണല്ല ആവശ്യം, നിനക്ക് വേണ്ടത് ബുർജ് ഖലീഫ. എന്റെ പെണ്ണെ നിങ്ങൾ ഇപ്പോഴും വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ മനുഷ്യന് ന്യൂ ഇയർ സമയമായി. മണി 12 ആകാൻ പോകും. ന്യൂ ഇയർ ആഘോഷിക്കണില്ലേ? നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാം. ന്യൂ ഇയർ ആഘോഷിക്കാം. എനിക്കില്ലേ ബലൂൺ? ന്യൂ ഇയർ ആഘോഷിക്കാന്ന്. മണി 12 ആയി. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഇതാണ് ഹാപ്പി ന്യൂ ഇയർ. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. അത് കൊള്ളാം. ന്യൂ ഇയർ ആഘോഷിച്ച് ഈ ചെറുക്കൻ ഇന്നലെ വീട്ടിൽ പോയില്ലേ? എടാ മധുക്കുട്ടാ, നിനക്ക് വീടും കൂടിയൊന്നും ഇല്ലേടാ? നിനക്ക് പോകണ്ടേ? ഞാൻ വീട്ടിലല്ലേ? എടാ പണിക്ക് പോകണ്ടേ? പണിക്ക് പോണോ? എടാ 1-ാം തീയതിയായിട്ട് പണിക്ക് പോയില്ലെങ്കിൽ ഈ വർഷം മുഴുവൻ പോകും. ചേട്ടായി എഴുന്നേറ്റ് ഈ കാപ്പി കുടിച്ചിട്ട് പണിക്ക് പോകാൻ നോക്കും. കാപ്പി കൊണ്ട് ഞാൻ പഠിക്കുമല്ലോ, എനിക്ക് ഭയങ്കര തല. ഈ കാപ്പി കുടിച്ചിട്ട് പണിക്ക് പോകാൻ നോക്കാൻ. പണിക്ക് പോകണില്ല. എടാ ഒന്ന് പറയടാ. എന്നാ കൊണ്ടുപോയി കൊടുത്തേ? കാപ്പി ഒന്നും കൊടുത്താൽ ഇത് ഞാനൊന്നും പണിക്ക് പോകത്തില്ല. പിന്നെ ഞാൻ കൊടുക്കേണ്ട സാധനം ഞാൻ തരാം. എന്തോന്നു? ഇന്നലെ ഞാൻ അടിച്ചതിന്റെ ബാലൻസാ. എന്റെ ചെറുക്ക പുള്ളിക്കാരൻ ഇന്നലത്തെ കൊണ്ട് അടി നിർത്തിയാ പുള്ളി പണി നിർത്തും. അതുകൊണ്ട് ഇതങ്ങ് കൊടുത്തു നോക്കി, എഴുന്നേറ്റ് പണിക്ക് പൊക്കോളും. കൊടുക്കാല്ലേ? കൊടുത്തു നോക്ക്. ചേട്ടായിയേ ഇതങ്ങാട്ട് കുടിക്ക്. കാപ്പി വേണ്ട. കാപ്പിയല്ല, ഇന്നലത്തെ ബാക്കിയാണ്. ഞാൻ പറഞ്ഞതില്ലേ? ഞാൻ എന്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. നീയാണ് എന്നെ കൊണ്ട് കുടിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ ഈ കുടി നിർത്തിയില്ലേ? ഞാൻ ഇന്നും അത് തുടങ്ങി. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇനി 2026 കുടി നിർത്താം. ജോയി, സോണി, വിനോദ്, ഒരു നല്ല കൈയടി 3 പേർക്കും കൊടുക്കാം. അപ്പോൾ സ്കിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അഭിപ്രായത്തിലേക്ക് കിടക്കാം. നസീർക്ക, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ എത്രയായിരുന്നു? 20 ആയിരുന്നല്ലേ? അതിന് മുമ്പോ 40. സാധാരണ നമ്മൾ 5, 10, 20, 30 അങ്ങനെ അങ്ങോട്ട് കയറുക. ഇതിപ്പോൾ നേരെ താഴോട്ട് ഇറങ്ങുന്ന പോലെയാണ്. ഇത് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ചിരിക്കാനുള്ള ഏരിയകൾ തീരെ കുറവാണ്. എന്തൊക്കെയോ ഒരു ഡൗട്ടുകൾ അവിടെ ഇവിടെയൊക്കെ കിടന്ന് കളിക്കുന്നുണ്ട്. മൊത്തത്തിൽ കൺഫ്യൂഷൻ. സോണി മാത്രം വലുതായിട്ട് അങ്ങ് തെറ്റിക്കാതെ പോയുള്ളെന്ന് തോന്നുന്നു. കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആൾക്കാർ കാണുമ്പോൾ നമ്മളിത് ചെയ്യുക എന്നുള്ളൊരു തോന്നൽ വേണം, അല്ലാതെ അഭിനയിക്കുകയാണെന്ന് തോന്നൽ വരരുത്.
നല്ലവണ്ണം റിഹേഴ്സലും നല്ല സ്ക്രിപ്റ്റും ഒക്കെ ആയിട്ട് കുറച്ച് ഒന്ന് ആഞ്ഞു പിടിച്ചാലേ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിൽ ഒരുപാട് പോരായ്മകളുണ്ട്, അതെല്ലാം മാറ്റിയെടുത്ത് നല്ല ഗംഭീരമായിട്ട് ഇവിടുത്തെ ഓരോ ടീമുകളും കണ്ടില്ലേ, മാറ്റങ്ങളാണ് ഓരോ ദിവസങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും അതേപോലെ നിങ്ങളും ശ്രമിക്കും. നിങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരല്ലേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ തമാശയുടെ കുറവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമുക്ക് ആദ്യമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു പേടിയും കാര്യങ്ങളും മറന്നു പോണ ഡൗട്ടൊക്കെ വരും. നിങ്ങളിപ്പോൾ 3-4 പ്രാവശ്യമല്ലേ, മൂന്നാമത്തെ പ്രാവശ്യമല്ലേ? അപ്പോൾ അത് എൻ്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നതെന്നാണ് അല്ലേ, ആ ഒരു ഫ്ലോ കുറവുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെ എന്നും നിങ്ങൾ പുതിയതാണെന്നല്ല. ഇപ്പം നിങ്ങൾ വന്നപ്പോൾ ആദ്യത്തെ അതായിരുന്നു പുതിയത്. അന്ന് കുറേ പൈസ നിങ്ങൾ വാങ്ങിച്ചും പോയി. പിന്നെ വരുന്നതെല്ലാം നസീർക്ക് പറഞ്ഞിട്ട് 1, 2, 3, 4 അങ്ങനെ സ്റ്റെപ്പ് നമ്മൾ അങ്ങോട്ട് പോകണേ, ഇറങ്ങി വരരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നന്നായിട്ട് വരും കേട്ടോ. നല്ല ക്ലൈമാക്സ് ഒക്കെ ആയിട്ട് നല്ല സ്കിറ്റാട്ടോ. ഓൾ ദ ബെസ്റ്റ്. ജോയി, സോണി, വിനോദ്, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം 40-ൽ തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും താഴോട്ട് വരാൻ വേണ്ടി നമ്മളും ആഗ്രഹിക്കില്ല, നിങ്ങളും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം ഇവിടെ വന്നവരെല്ലാം ഇങ്ങനെ സ്കോർ ചെയ്ത് പോവുകയാണ്. അതൊരു കൺഫ്യൂഷൻ മൊത്തം ടോട്ടലി ഉണ്ടായിരുന്നു. അത് നമുക്ക് കളി കാണുമ്പോൾ അറിയാമായിരുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നസീർക്ക മാർക്ക്. ഞാനൊരു 3000 രൂപ തരും. ഞാൻ ഒരു 2000 രൂപ. അപ്പോൾ 5000 ആയി. എനിപ്പിച്ചുകൂട്ടാ, ബാക്കി ഞാൻ കൊടുക്കാം. വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 10000 രൂപ കിട്ടിയിരിക്കുകയാണ്. ഒരു നല്ല കൈയടി. അടുത്ത പ്രാവശ്യം വന്ന് ഗംഭീര സ്കിറ്റുമായിട്ട് വരിക. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നസീർക്ക, ബിജുക്കുട്ടാ, എന്താണ് പറയുക ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി? എന്താണ് പറയാനുള്ളത്? ഇന്ന് പൊളിയായിരുന്നു. ഗംഭീരമല്ലായിരുന്നു. അല്ല, ഓരോ ദിവസം ചെല്ലുന്നതോറും ഗംഭീരമായി വരികയാണ് അല്ലേ. അതനുസരിച്ച് പ്രേക്ഷകർ കൂടുന്നു, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടുന്നു, ഞങ്ങളുടെ റേറ്റിംഗ് കൂടുന്നു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.